സൗരയൂഥത്തിൽ വിടർന്ന ഒരു കല്യാണ സൗഗന്ധികമാണ് ഈ ഭൂമി എന്ന ഗാനമാണ് വാണി ജയറാം ആദ്യമായി മലയാളത്തിൽ ആലപിക്കുന്നത്. പ്രശസ്ത ഛായാഗ്രാഹകനായ ശിവനാണ് മലയാളത്തിൽ ആദ്യമായി വാണിയമ്മയെ അവതരിപ്പിക്കുന്നത്. ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ശിവൻ സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും വാണിയമ്മയുടെ ഒരു കച്ചേരിയുടെ പോസ്റ്റർ കാണുകയും അങ്ങനെ വാണിയമ്മയെ തൻ്റെ ചിത്രത്തിൽ പാടിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും സല്ലി ചൗധരി ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. വെല്ലൂർ സ്വദേശിനിയായ വാണി ജയറാം അതിനു മുൻപ് തന്നെ ഹിന്ദിയിൽ വസന്ത് ദേശായിയുടെ സംഗീത സംവിധാനത്തിൽ ഗുഡ്ഡി എന്ന ചിത്രത്തിലൂടെ ഗാനങ്ങൾ ആലപിച്ച് പ്രശസ്തയായിരുന്നു. സ്വപ്നത്തിൽ ബംഗാളി നടിയായ നന്ദിത ബോസിന് വേണ്ടിയാണ് വാണിയമ്മ പാടിയത്. ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക് മ്യൂസിക്കിലും ഒരുപോലെ പ്രാവീണ്യമുള്ള അപൂർവം സിനിമാ പിന്നണി ഗായകരിൽ ഒരാൾ. വിടർന്നോര് കല്യാണ സൗഗന്ധികമാണീ ഭൂമി, അതിൻ സൗവർണ്ണ പരാഗമാണോ മനനി, അതിൻ സൗരഭമാണെന്റെ സ്വപ്നം 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 സ്വപ്നം. ബോലരെ പപ്പിഹര
ഈ ഗാനമാണ് 1971 ഗുൽസാറിൻ്റെ രചനയിൽ വസന്ത് ദേശായിയുടെ സംഗീതത്തിൽ ഗുഡ്ഡി എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം ആദ്യമായി ആലപിക്കുന്നത്. മുംബൈ ജീവിതകാലത്ത് തൻ്റെ ഗുരുവായ ഉസ്താദ് അബ്ദുൾ റഹ്മാൻ ഖാനാണ് വാണിയമ്മയെ വസന്ത് ദേശായിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. വാണിയമ്മയുടെ ശബ്ദവും ആലാപനത്തിലെ റേഞ്ചും ഇഷ്ടപ്പെട്ട വസന്ത് ദേശായി കുറച്ച് മറാത്തി നാടകഗാനങ്ങൾ വാണിയമ്മയെ വെച്ച് റെക്കോർഡ് ചെയ്തു. കുമാർ ഗന്ധർവയുടെ കൂടെ പാടിയ ചില ഗാനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ആ സമയത്ത് തന്നെയാണ് പ്രശസ്ത സംവിധായകനായ ഋഷികേശ് മുഖർജി ഗുഡ്ഡി എന്ന ചിത്രത്തിലൂടെ ജയഭാതിരിയെ അവതരിപ്പിക്കുന്നത്. പുതിയ നായികയ്ക്ക് പുതിയൊരു ശബ്ദം വേണമെന്ന് വസന്ത് ദേശായിയോട് ഋഷികേശ് മുഖർജി ആവശ്യപ്പെട്ടു. വസന്ത് ദേശായിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്